പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ മാറ്റണമെന്ന കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് കൊച്ചി കോർപ്പറേഷൻ. ആയിരക്കണക്കിന് നായകളെ മാറ്റാൻ ഷെൽട്ടറുകൾ കുറവാണ്. ഷെൽട്ടറിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടെന്നാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ടി കെ പറയുന്നത്. കേൾക്കാം. അല്ല, വിധി സ്വാഗതാർഹമാണ്, സന്തോഷകരമാണ്. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000-ഓളം നായ്ക്കൾ ഈ നഗരത്തിൻ്റെ പുതിയ സെൻസർ പ്രകാരമുണ്ട്. അത്രയും നായ്ക്കളെ കൊണ്ട് നമുക്ക് ഷെൽട്ടർ സ്ഥാപിച്ച് ചെയ്യുന്ന വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതൊരു നഗരവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട്, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആയതിനാൽ മുഴുവൻ ഏരിയകളും സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അകത്ത് വരും, ഒരു 90%. അപ്പോൾ മാക്സിമം ഇത്ര നായ്ക്കളെ കൊണ്ട് പാർപ്പിക്കുക എന്നുള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. ഷബാസ് അഹമ്മദ് ചേരുന്നു. ഷബാസ്, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഷെൽട്ടറിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം, അത്തരത്തിലുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെ? ഇപ്പൊ കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അഷ്റഫ് ടി കെ ആണ് ഈ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എടുക്കുക അല്ലെ? വലിയ വെല്ലുവിളിയാണല്ലേ? റോഷ്നി, അതുതന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ മാറ്റണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് എളുപ്പത്തിൽ നടപ്പിലാക്കുക അത്ര പ്രായോഗികമല്ല എന്നാണ് കോർപ്പറേഷനുകൾ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. ഈ നഗരപ്രദേശത്ത് 10,000-ഓളം നായ്ക്കൾ ഉള്ളത് എന്നാണ് അവരുടെ കണക്കുകളുള്ളത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ 8,000-ഓളം നായ്ക്കളെ ABC പ്രകാരം വന്ധ്യംകരണം നടത്തിയിട്ടുണ്ട്. പിന്നെയും പല നായ്ക്കൾ പല ഭാഗത്തായി വന്നുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ 10,000-ലധികം നായ്ക്കൾ കൊച്ചി നഗരത്തിലുണ്ടെന്നാണ് ഏകദേശ കണക്ക് പ്രകാരം അവർ പറയുന്നത്. ഇവയൊക്കെ എങ്ങോട്ട് മാറ്റും, അവയ്ക്ക് ഷെൽട്ടർ എവിടെ ഒരുക്കുമെന്ന ചോദ്യമാണ് അവർക്കുള്ളത്. കാരണം ഈ ഷെൽട്ടർ ഒരുക്കാൻ അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ജനവാസ മേഖല പറ്റില്ല, അങ്ങനെ തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഷെൽട്ടർ സംവിധാനം ഒരുക്കാനുള്ള പ്രായോഗിക പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ സുപ്രീം കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവയെ മാറ്റുന്നത് നടപ്പിലാവില്ല എന്ന കാര്യമാണ് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. കാരണം നിലവിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കാനുള്ള സ്ഥലം കൊച്ചി നഗരത്തിന് അകത്ത് ഇല്ല, അത് പുറത്തെവിടെയെങ്കിലും കണ്ടെത്തണം. നിലവിൽ ബ്രഹ്മപുരത്താണ് ABC പ്രകാരമുള്ള ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ നഗരത്തിന് പുറത്തെവിടെയെങ്കിലും ഷെൽട്ടർ സംവിധാനം ഒരുക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ തന്നെ ഇത്രത്തോളം നായ്ക്കളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകില്ല എന്നതാണ്. മറ്റൊരു പ്രശ്നം പറയുന്നത് ഈ ഡോഗ് കേച്ചേഴ്സിന്റെ പ്രശ്നമാണ്. അവർ ഈ നായ്ക്കളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവിടാൻ എത്തുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ അവരെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുന്നു. ഈ നായ്ക്കളെ തിരിച്ച് തുറന്നുവിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് മോശമായി പെരുമാറുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ സുപ്രീം കോടതി നിർദ്ദേശം കൂടി വന്ന സമയത്ത് ഈ ആളുകൾ ABC പ്രകാരം പിടിച്ചു കൊണ്ടുപോകുന്ന നായകളെ തിരിച്ചുവിടാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 8 ആഴ്ചയുടെ സമയമാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ 8 ആഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടർ പോലും കൃത്യമായ എവിടെ ഷെൽട്ടർ പണിയണം എന്നുള്ളതിന് അനുയോജ്യമായ സ്ഥലം പോലും കണ്ടെത്താൻ കഴിയില്ല. അതിൽ കോർപ്പറേഷൻ പ്രതിനിധികൾ തന്നെ റിപ്പോർട്ടറിനോട് പ്രതികരിക്കുകയായിരുന്നു.